السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ലക്ഷക്കണക്കിന് ഹാജിമാരെ മക്കയിൽ നിന്ന് മടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിലാണ്. അള്ളാഹു ആ വിശ്വാസികളിൽ നിന്നും അവരുടെ ഹജ്ജ് പൂർണ്ണമായും സ്വീകരിക്കട്ടെ. ഈ വേളകളിൽ പ്രയാസം അനുഭവിച്ച ഒരുപാട് ഹാജിമാർ ഉണ്ട്, വ്യക്തിപരമായും അല്ലാതെയും അറിയുന്ന ആളുകൾ. അള്ളാഹു ആ പ്രയാസങ്ങൾ ദൂരീകരിച്ച് കുടുംബത്തിലേക്ക് എത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മളിൽ അധികം ആളുകളും ഈ വർഷം ഹജ്ജ് കർമ്മത്തിന് പോകാൻ സാധിക്കാത്തവരാണ്. അള്ളാഹു ആ പരിശുദ്ധമായ ഭവനത്തിൽ അവൻ്റെ വിളിക്കുത്തരം നൽകി പോകാനും ഹജ്ജ് കർമ്മം നിർവഹിക്കാനുമൊക്കെയുള്ള തൗഫീഖ് നമുക്കവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹജ്ജ് കർമ്മം അതിലെ ഓരോന്നും വിശ്വാസി ചെയ്യുമ്പോൾ അവന് ലഭിക്കുന്ന നേട്ടങ്ങൾ, ഹജ്ജിനു വേണ്ടി യാത്ര പുറപ്പെടുമ്പോൾ ലഭിക്കുന്ന നേട്ടം, അതേപോലെ തന്നെ തവാഫ് ചെയ്തു കഴിഞ്ഞാലുള്ള നേട്ടം, അതേപോലെ തന്നെ അറഫയിൽ സംഗമിച്ചാലുള്ള നേട്ടം, അതേപോലെ തന്നെ അറവ് നടത്തിയാലുള്ള നേട്ടം, ജംറയിൽ കല്ലെറിഞ്ഞാലുള്ള നേട്ടം, തവാഫുൽ വിദാഇൻ്റെ സമയത്ത് ഉള്ള ആ ഒരു നേട്ടങ്ങൾ ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു കഴിഞ്ഞു. ഹജ്ജ് കർമ്മം എന്നുള്ളത് അതൊരു നിർബന്ധ ബാധ്യതയാണ്. സമ്പത്തും കഴിവുമുള്ള ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഹജ്ജ് കർമ്മം. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة والحج وصوم رمضان. ഇസ്ലാം അത് 5 കാര്യങ്ങളിലാണ് എടുക്കപ്പെട്ടിട്ടുള്ളത്, സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്ന് ഷഹാദത്തു കലിമയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. വ ഇഖാമിസ് സ്വലാം, അതേപോലെ തന്നെ നമസ്കാരം നിലനിർത്തലും, വ ഈതാഇ സകാത്ത് നൽകലും, ഹജ്ജും, അതേപോലെ തന്നെ വസൗമു റമദാൻ, റമദാനിലെ നോമ്പുമാണ് എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചസ്തംഭങ്ങൾ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ,
അത് പൂർത്തിയാക്കണമെങ്കിൽ, ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അത് പൂർത്തിയാക്കണമെങ്കിൽ ഇഹ്റാം ചെയ്തുകൊണ്ട് മക്കയിൽ പ്രവേശിച്ച് അവിടെ ചെന്നുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ മാത്രമാണ് അവൻ്റെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ അത് പരിപൂർണമായി തീരുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന, അത് കരസ്ഥമാക്കാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ വിശ്വാസിയും നിരവധി ഹജ്ജ് ചെയ്ത കൂലി അവന് ലഭിക്കാൻ കഴിയുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം ഹജ്ജിൻ്റെ കൂലി എന്താണ് എന്ന്, ഹജ്ജിൻ്റെ പ്രതിഫലം എന്താണ് എന്ന്. ഒരു ഉമ്മ പ്രസവിച്ച ഒരു കുട്ടിയെപ്പോലെ ഒരു പാപവുമില്ലാതെയായിരിക്കും അവൻ ഹജ്ജു കർമ്മം പൂർത്തീകരിച്ചു കൊണ്ട് മടങ്ങുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നു. മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. അതായത് അള്ളാഹുവിനായിക്കൊണ്ട് ഹജ്ജ് ചെയ്യുകയും അതിൽ പുരുഷ സ്ത്രീ സംസർഗത്തിൽ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുകയും അതേപോലെ തന്നെ മ്ലേച്ഛമായിട്ടുള്ള ദുർവൃത്തികളിൽ അവൻ ഇടപെടാതിരിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ഉമ്മ പ്രസവിച്ച ദിവസത്തിൽ ഒരു കുട്ടി ഏതുപോലെയായിരിക്കുമോ, ഒരു പാപവുമില്ലാതെ ഒരു തിന്മയുമില്ലാതെ ആ ഒരു അവസ്ഥയിലായിരിക്കും ഹജ്ജ് കഴിഞ്ഞ് വരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു. ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള അനുഗ്രഹമാണ് അവൻ്റെ ഇന്നലകളിലെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നുള്ളത്. പാപരഹിതനായിക്കൊണ്ട് അവന് പിന്നീട് മുന്നോട്ട് പോകാം എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൽ ലിമാ ബൈനഹുമാ. രണ്ട് ഉംറകൾ അവക്കിടയിലുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ്, അത് മായ്ച്ചു കളയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ഉംറകൾ ജീവിതത്തിൽ ചെയ്യുന്നതോടുകൂടി അതിനിടയിലുള്ള പാപങ്ങൾ മായ്ക്കപ്പെടാൻ അതിന് പരിഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഹജ്ജിനെ വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അനുഗ്രഹീതമായിട്ടുള്ള അല്ലെങ്കിൽ പുണ്യമായിട്ടുള്ള ഹജ്ജ് കർമ്മം അതിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ത്യാഗങ്ങൾ സഹിച്ച് പ്രയാസങ്ങൾ സഹിച്ച് അവിടെ കഴിച്ചുകൂട്ടി യാതൊരു നിലക്കുള്ള തിന്മകളും മ്ലേച്ഛതകളും ജീവിതത്തിൽ സംഭവിക്കാതെ ആ ദിവസം ഇഖ്ലാസോടുകൂടി ആ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു വരുന്ന ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം കൊടുക്കുന്ന ഏറ്റവും വലിയ ഓഫർ എന്ന് പറയുന്നത് സ്വർഗമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ, അത് കരസ്ഥമാക്കാൻ കഴിയുന്ന ധാരാളം കർമ്മങ്ങൾ, ധാരാളം പ്രവർത്തനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചെറിയ ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസത്തിലും നമുക്ക് ഹജ്ജ് കർമ്മം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്ന് നല്ല നിയ്യത്തുണ്ടായിരിക്കുക എന്നുള്ളതാണ്. നല്ല നിയ്യത്ത് കൊണ്ട് നേടാൻ കഴിയാത്ത ഒരു പുണ്യവുമില്ല എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ സമ്പത്തുള്ള ധാരാളം പേര് ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പം സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് അവിടെ പോകാനും ഹജ്ജ് കർമ്മം ചെയ്യാനും എനിക്ക് സാധിക്കുമായിരുന്നുവല്ലോ എന്ന്, അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആത്മാർത്ഥമായി കൊതിക്കുന്നുണ്ട് എങ്കിൽ നിനക്കും ആ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രമാണങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നമദ്ദുന്യ ലഅർബഅതി നഫരിൻ, തീർച്ചയായും ഇഹലോകം അത് 4 വിഭാഗക്കാരുടേതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അബ്ദിൻ റസഖഹുല്ലാഹു മാലൻ വഇൽമ, അല്ലാഹു സമ്പത്തും അറിവും നൽകിയ ഒരാളാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തും അതേപോലെ തന്നെ ഇൽമും അറിവും നൽകിയ ഒരാളാണ്. ഫഹുവ യത്തഖി ഫീഹി റബ്ബുഹു, ആ അറിവും ആ സമ്പത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ അവൻ സൂക്ഷിക്കുകയും വയസുലു ഫീഹി റഹിമഹു, അവൻ്റെ കുടുംബ ബന്ധം അത് കൃത്യമായി ചേർക്കുകയും വയഅലമു ലില്ലാഹി ഫീഹി ഹഖ്ഖ, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഫഹാദ
ബിഅഫ്ളലിൽ മനാസിൽ, അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള നില എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇൽമുണ്ട്, അതേപോലെ തന്നെ സമ്പത്തുണ്ട്. ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ ജീവിക്കുന്നു. അതേപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻ സൂക്ഷ്മത പാലിക്കുന്നു. അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക് അവൻ കൃത്യമായി നൽകുന്നു. അതേപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുന്നു. അത് ഏറ്റവും ഉന്നതമായ നിലവാരമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅബ്ദിൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖുഹു മാല, എന്നാൽ മറ്റൊരു അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സമ്പത്ത് നൽകിയിട്ടില്ല, പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇൽമാണ് നൽകിയിട്ടുള്ളത്. അതായത് അറിവ് നൽകുകയും സമ്പത്ത് നൽകാതിരിക്കുകയും ചെയ്ത ഒരാളാണ് മറ്റൊരാൾ. ഫഹുവ സാദിഖുൻ നിയ്യ, അവൻ സത്യസന്ധമായ നിയ്യത്തുള്ളവനാണ്. അവനെങ്ങനെയുള്ളവനാണ്? സത്യസന്ധമായ നിയ്യത്തുള്ളവനാണ്. യഖൂൽ, അവൻ പറയുന്നു, ലൗ അന്നലി മാലൻ ലഅമിൽതു ബിഅമലി ഫുലാനിൻ വഹുവ ബിനിയ്യതിഹി ഫഅജ്റുഹുമാ സവാഉൻ. അവൻ പറയുകയാണ്, എനിക്ക് സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ അവനെപ്പോലെ, സമ്പത്ത് നൽകപ്പെട്ടവനെപ്പോലെ ഞാൻ ചെയ്യുമായിരുന്നു, ഞാൻ പ്രവർത്തിക്കുമായിരുന്നു, ഞാൻ ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുമായിരുന്നു, ആ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് അവൻ പറയുന്നുവെങ്കിൽ, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫഹുവ ബിനിയ്യതിഹി, അവൻ ആ നിയ്യത്തിലാണ്, അവന് ആ ഉദ്ദേശത്തിലാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅജ്റുഹുമാ സവാഉൻ, അവർ രണ്ടുപേർക്കും പ്രതിഫലം തുല്യമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. ഹജ്ജിന് പോയ ആളുകളെ നോക്കിക്കൊണ്ട്, അല്ലാഹുവേ, എനിക്ക് സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ ഹജ്ജ് കർമ്മം നിർവഹിക്കുമായിരുന്നു എന്ന് ആത്മാർത്ഥമായി നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്കാ പ്രതിഫലമുണ്ട് എന്ന്. ഹജ്ജ് അത് സദാ മനസ്സിൽ സ്വപ്നമായി കൊണ്ടു നടക്കുകയും അതിനുവേണ്ടി സമ്പത്ത് ലഭിക്കാനും അതേപോലെ തന്നെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ ഹജ്ജ് ചെയ്ത പ്രതിഫലം അവന് ലഭിക്കാതിരിക്കുകയില്ലെന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള നിയ്യത്തുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ നമുക്കത് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് നമ്മെ പഠിപ്പിച്ചു വരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ അതൊരു സ്വപ്നമായി, ജീവിതത്തിൽ അത് ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായി, അത് ആത്മാർത്ഥമായി കൊണ്ടു നടക്കുകയാണ് എങ്കിൽ നമ്മുടെ മരണത്തിന് മുമ്പ് സാധിച്ചിട്ടില്ലെങ്കിലും ശരി, ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ നമുക്കതിന് പ്രതിഫലം നൽകുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമത്തേത് ഇശ്റാഖ് നമസ്കാരമാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് സുബഹി നമസ്കാരം പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിർവഹിച്ചതിനു ശേഷം സൂര്യോദയം വരെ പള്ളിയിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റുകളിലും ദുആകളിലും ഖുർആൻ പാരായണത്തിലുമൊക്കെയായിക്കൊണ്ട് നിമുടുകയും അതിനുശേഷം 2 റക്അത്ത് നമസ്കരിക്കുകയും ഇശ്റാഖ് നമസ്കരിക്കുകയും ചെയ്താൽ പൂർണ്ണമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സ്വല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ, ആരെങ്കിലും സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയും സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ അശ്ശംസ്, സൂര്യൻ ഉദിക്കുന്നതുവരെ അവിടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റുകളിലും ദുആകളിലും ഒക്കെയായിക്കൊണ്ട് കഴിഞ്ഞുകൂടുകയും സുമ്മ സ്വല്ലാ റക്അതൈനി, ശേഷം 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ കാനത് ലഹു കഅജ്രി ഹജ്ജിൻ വ ഉംറ, അവനൊരു ഹജ്ജിൻ്റെയും ഒരു ഉംറയുടെയും പ്രതിഫലം അവന് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറയുന്നുണ്ട്, താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, അതായത് പരിപൂർണമായ പ്രതിഫലമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയമുള്ളവരെ, സുബഹി ജമാഅത്തിന് പള്ളിയിലെത്തുകയും അവിടെ ഇരുന്ന് നമസ്കാര ശേഷം ദിക്റുകളിലും ദുആകളിലും ഒക്കെയായി മുഴുകി അള്ളാഹുവിൻ്റെ മുമ്പിൽ അവിടുന്ന് ഇശ്റാഖ് നമസ്കരിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന നേട്ടമാണ് ഈ പറയുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ കുറഞ്ഞ സമയം മതി നമ്മുടെ ജീവിതത്തിൽ, ഒരു 2 മണിക്കൂർ ഫജ്ർ സ്വലക്കെത്തി 2 മണിക്കൂർ നമ്മളവിടെ കഴിച്ചു കൂട്ടിയാൽ പൂർണ്ണമായ ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെ നമ്മൾ ഒരു കൃത്യമായ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവുകയും അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകും എന്നുള്ളതാണ്. മൂന്നാമത്തേത്
ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കാനുള്ള മൂന്നാമത്തേത് ഇൽമ് നേടാൻ പള്ളികളിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ്. അറിവ് പഠിക്കാൻ വേണ്ടി പള്ളികളിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ്. പള്ളികൾ എന്ന് പറയുന്നത് കേവലം നമസ്കാരത്തിനു വേണ്ടി മാത്രമല്ല, മതപഠനത്തിനു വേണ്ടിയും കൂടി ഉള്ള ഇടങ്ങളാണ് പള്ളികൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൽമു പഠിക്കാൻ പള്ളികൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്നു ഈ ദിവസം വരെ മസ്ജിദുൻ നബവിയിൽ ഇൽമു പഠിപ്പിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ലെന്നാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എത്ര തന്നെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ ലോകം കടന്നുപോയിട്ടുണ്ടെങ്കിലും, കൊറോണയുടെ സാഹചര്യത്തിലാണെങ്കിലും ശരി, മസ്ജിദുൻ നബവിയിൽ നിന്നുയരുന്ന അറിവുകൾ അതൊരു ദിവസം പോലും നിശ്ചലിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പള്ളികൾ എന്നുള്ളത് ഇൽമു പഠിക്കേണ്ട കേന്ദ്രങ്ങളെ കൂടിയായി മാറ്റാൻ നമുക്ക് കഴിയണം. ഒരാൾ ഇൽമു പഠിക്കാൻ, അതല്ലെങ്കിൽ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പള്ളിയിലേക്ക് ഇറങ്ങുകയാണ് എങ്കിൽ, അവിടെ പോയി പഠിക്കുകയാണ് എങ്കിൽ അവന് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമെന്നാണ്. അൻ അബി ഉമാമ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യഅലമഹു, ആരെങ്കിലും അറിവ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ പഠിപ്പിക്കണമെന്നോ ഉള്ള ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ കാന ലഹു കഅജ്രി ഹാജിൻ താമതൻ ഹജ്ജതഹു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരിപൂർണമായ ഹജ്ജിൻ്റെ കൂലി അവന് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ സുലഭമായിട്ട് നമ്മളിവിടെ ജീവിക്കുന്ന ഈ നാട്ടിലില്ലെങ്കിലും അറിവ് പഠിക്കുന്ന കേന്ദ്രങ്ങൾ, പള്ളികളുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അറബി അറിയുന്നവരാണ് എങ്കിൽ അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ അത്തരം അറിവുകൾ പഠിപ്പിക്കുന്ന എത്രയോ പള്ളികളുണ്ട്. നമ്മുടെ നാട്ടിലില്ലെങ്കിൽ അവിടെ അറിവ് പഠിക്കുന്ന ഒരു സംവിധാനം തുടങ്ങാനെങ്കിലും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അവിടെ വരുന്ന ആളുകൾ അറിവ് പഠിക്കട്ടെ, ഹജ്ജിന്റെ കൂലി കരസ്ഥമാക്കട്ടെ. ആ നിലക്കതിൻ്റെ തുടങ്ങാനെങ്കിലും പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. സ്ഥിരമായി വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു സംവിധാനം, അതല്ലെങ്കിൽ ഒരു ഹദീസ് പഠിക്കുന്ന, ഒരു ദിവസം ഒരു ഹദീസ് പഠിക്കുന്ന സംവിധാനം നമ്മുടെ നാടിൻപുറങ്ങളിലുള്ള പള്ളികളിൽ ഉണ്ടാകട്ടെ. പള്ളി കമ്മിറ്റിയിലോ അതല്ലെങ്കിൽ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലോ ഒക്കെ ഉണ്ടായിരിക്കുന്നവരാകും നമ്മൾ ഓരോരുത്തരും. അതിലൊരു അഭിപ്രായം നമ്മുടേതിടാനും അവിടെ ഒരു ഇൽമു പഠിക്കുന്ന ഒരു സാഹചര്യം തുടങ്ങാനും പ്രിയമുള്ളവരെ നമ്മുടെ ഒരു ഇടപെടലുകൾ ഉണ്ടാകണമെന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് സുബഹിക്ക് ശേഷം ഒരു 5 മിനിറ്റ് ഒരു ഉത്ബോധനമെങ്കിലും കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ നാടുകളിലെ പള്ളികൾ മാറേണ്ടതുണ്ട്. അവിടെ വരുന്ന ആളുകൾക്ക് അത്തരം കൂലികൾ ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി പ്രിയമുള്ളവരെ അതിൻ്റെ തുടക്കക്കാരാകാനെങ്കിലും നമ്മൾ പരിശ്രമിക്കുക. ലളിതമായിട്ട് തുടങ്ങുക. പ്രിയമുള്ളവരെ, ഏറ്റവും സുന്ദരമായി കൊണ്ടു നടക്കാൻ കഴിയുന്നതൊന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ കിട്ടുന്നത് വമ്പിച്ച പ്രതിഫലമാണ്, അള്ളാഹു അതിന് പകരം നൽകുന്നത് എന്ന ബോധ്യത്തോടുകൂടി നമ്മൾ ഇടപെടേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. നാലാമത്തേത് ഫർള് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുക എന്നുള്ളതാണ്. ഫർള് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുക. 5 നേരം പള്ളിയിൽ പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? 5 നേരം നമസ്കരിക്കാൻ, ജമാഅത്തായി നമസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് പുരുഷന്മാർ. എന്നാൽ ആ നിസ്കാരത്തിന് വീട്ടിൽ നിന്ന് വുളൂ എടുത്തുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുകയാണ് എങ്കിൽ അതൊരു ഹജ്ജിൻ്റെ കൂലി ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ, ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് ശുദ്ധിയായിക്കൊണ്ട് പിന്നെ അവൻ ഫർള് നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്തവന്റെ കൂലിയാകും അവന് ലഭിക്കുക. വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ദുഹ ലാ യുൻസിബുഹു ഇല്ലാ ഇയ്യാഹു ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ, അതായത് ഇനി ഒരാൾ ദുഹ നമസ്കാരത്തിന് വേണ്ടിയാണ് അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടത് എങ്കിൽ അവന് ഉംറയുടെ പ്രതിഫലം ലഭിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വീട്ടിൽ നിന്ന് വുളൂ എടുത്തുകൊണ്ട്
പള്ളിയിൽ പോയിക്കൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുത്താൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയമുള്ളവരെ, 5 വക്ത് പള്ളിയിൽ പോകുന്നവരാണ് നമ്മൾ. പക്ഷെ അതൊന്ന് വീട്ടിൽ നിന്ന് വുളു എടുത്ത് ഈ കൂലിയും കൂടി പ്രതീക്ഷിച്ചു കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. എങ്കിൽ ജീവിതത്തിൽ നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ ഇന്നലകളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത നന്മകളുടെ കണക്കിനനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമ്പോൾ അത് വല്ലാത്ത ആനന്ദമായിരിക്കും, വല്ലാത്ത കുളിർമയായിരിക്കും. ചെറിയ ചെറിയ അധ്വാനങ്ങളിലൂടെ പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നൽകുന്ന ആ ഒരു സുന്ദരമായ നിമിഷം അതൊന്നോർത്തെടുത്തുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിലൊക്കെ ശ്രദ്ധ പുലർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫർള് നമസ്കാരത്തിന് ഹജ്ജിന്റെ കൂലിയാണ് എങ്കിൽ സുന്നത്ത് നമസ്കാരത്തിന് ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ ഫിൽ ജമാഅ, ആരെങ്കിലും ജമാഅത്തായ ഫർള് നമസ്കാരത്തിനായി അവൻ നടന്നുകൊണ്ട് പോവുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഹിയ കഹജ്ജത്തിൻ, അവനെ അതൊരു ഹജ്ജിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ഫർള് നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് പോവലല്ല, ഫർള് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തണം. ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളി പോകൽ, അതിനല്ല പ്രതിഫലം പറഞ്ഞത്. നേരെ മറിച്ച് ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലെത്തുകയാണ് എങ്കിൽ, അതിനു വേണ്ടി അവൻ നടന്നു പോവുകയാണ് എങ്കിൽ അവന് ഹജ്ജിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ മശാ ഇലാ സ്വലാത്തി തതവ്വുഇൻ ഫഹിയ കഉംറത്തിൻ, ഇനി ആരെങ്കിലും സുന്നത്തിനായിക്കൊണ്ടാണ് അവൻ പള്ളിയിലേക്ക് നടന്നു പോകുന്നത് എങ്കിൽ, സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ് എങ്കിൽ അവനൊരു ഉംറയ്ക്ക് തുല്യമാണത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു. നോക്കൂ നിങ്ങൾ, നമ്മളൊന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 5 ഹജ്ജെങ്കിലും ചെയ്ത കൂലി നമുക്ക് കിട്ടുന്നതാണ്. നമ്മളൊന്ന് നീയത്ത് നന്നാക്കി ഒന്ന് ശ്രദ്ധ വെച്ച് നമ്മൾ പുറപ്പെടുകയാണ് എങ്കിൽ ഒരു ദിവസം 5 ഹജ്ജ് ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ഒരുക്കമാണോ എന്നുള്ളത് മാത്രമാണ് വിഷയമാക്കേണ്ടത്. നമ്മളതിന് തയ്യാറാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതേപോലെ തന്നെ 5-മത്തത് നമസ്കാര ശേഷമുള്ള ദിക്റുകളാണ്. ഫർള് നമസ്കാരത്തിന് ശേഷം പിന്നെ ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത്, അത് പ്രിയമുള്ളവരെ നമുക്ക് ആ കൂലി നേടിത്തരുമെന്നാണ് പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ദരിദ്രരായിട്ടുള്ള സ്വഹാബികൾ കടന്നു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ദഹബ അഹ്ലുദ് ദുഥൂരി മിനൽ അംവാലി ബിദ്ദറജാതിൽ ഉലാ വന്നഈമിൽ മുഖീം യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂമു വലഹും ഫദ്ലുൻ മിൻ അംവാലിൻ യഹജ്ജൂന ബിഹാ വയഅ്തമിറൂന വയുജാഹിദൂന വയതസദ്ദഖൂൻ. അല്ലേ, സമ്പത്തുള്ള ആളുകൾ അവർ പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവരതിലൂടെ നേടിയെടുക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവലാതിപ്പെടുകയാണ്. അവർ ആ സമ്പത്തിലൂടെ ഒരുപാട് പദവികൾ അവർ ഉയർന്നു പോകുന്നുണ്ട്. അവർ അത് ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവർ നമസ്കരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നുണ്ട്. പക്ഷേ അവരവരുടെ സമ്പത്ത് കൊണ്ട് ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിനിറങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ സ്വതക്കകൾ നൽകുന്നുണ്ട്. ഇതൊന്നും കൊടുക്കാൻ ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല, ഞങ്ങളടുത്തൊന്നുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ 33. എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 തവണ ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് പോയിട്ട്, റസൂലെ, പണമുള്ളവർ അതുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ കർമ്മം നിർവഹിക്കുന്നുണ്ട്, സ്വതക്കകൾ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്കതിന് കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പകരം പഠിപ്പിച്ചു കൊടുത്തതാ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ചെല്ലാൻ വേണ്ടിയിട്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്കതിന് കഴിയാറുണ്ടോ എന്നുള്ളതാണ്. അല്ലേ, നമസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പള്ളിയിലിരുന്ന് ഒരൽപ്പം സമയമെടുത്തുകൊണ്ട് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും നമ്മൾ ചെല്ലാൻ തയ്യാറാകുകയാണ് എങ്കിൽ നമുക്ക് പ്രിയമുള്ളവരെ ലക്ഷങ്ങൾ മുടക്കി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട്
ഹാജിമാരവിടെ എത്തിപ്പെട്ടുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് നമുക്ക് മുതൽ മുടക്കുകളില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ആത്മാർത്ഥത വേണം, നിയ്യത്ത് കൃത്യമായിരിക്കണം. അതിനാ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പരിശ്രമിക്കണം. എങ്കിൽ നമുക്ക് ആ കൂലി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നമസ്കരിക്കുകയും അതേപോലെ തന്നെ ജമാഅത്തിന് പങ്കെടുക്കുകയും ശേഷം തസ്ബീഹും തഹ്ലീലും തഹ്മീദുമൊക്കെ ചൊല്ലുകയും ചെയ്താൽ ഈ പ്രതിഫലം ലഭിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് അതിനും കൂടി നമ്മൾ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ആറാമത്തേത് റമളാനിലെ ഉംറയാണ്. റമളാനിലെ ഉംറയാണ് ഹജ്ജ് ചെയ്ത കൂലി ലഭിക്കുന്ന മറ്റൊരു കർമ്മമാണ് പ്രിയമുള്ളവരെ. അല്ലെ, ഹജ്ജിന് പോകാൻ പണമില്ലാത്ത ആളുകളുണ്ടാകും. എന്നാൽ ഒരു ഉംറയ്ക്ക് വേണ്ടി കുറച്ചൊക്കെ ഇങ്ങനെ ഒരു കൂട്ടിയാലേ പോകാൻ കഴിയുന്ന അത്ര പൈസയൊക്കെ ഒരു കൂട്ടാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാകും. അത്തരം ആളുകൾ അത് റമളാനിലേക്ക് കൂടി ആക്കി കഴിഞ്ഞാൽ അതൊരു ഹജ്ജിന് തുല്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഉംറത്തുൻ ഫീ റമളാന തഅദിലു ഹജ്ജൻ. അല്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, റമളാനിലെ ഉംറ അത് ഹജ്ജിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരുന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് 8-10 ലക്ഷങ്ങളൊന്നും മുടക്കിയിട്ട് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും 1 ലക്ഷമെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കൂട്ടിയിട്ട് ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ ഉണ്ടാക്കിയിട്ട് ആ പോക്ക് റമളാനിലാക്കാൻ, ഒരു ഉംറക്കെങ്കിലും റമളാനിൽ പോകാൻ വേണ്ടി അതെങ്കിലും നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. റമളാനിൽ ഉംറ ചെയ്യാത്തവരുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളിവിടുത്തെ സമ്പത്തും ഇതൊക്കെ ഉപയോഗിക്കുന്നത് അത്തരം കാര്യങ്ങൾക്ക് കൂടി വേണ്ടി നമ്മൾ അത് മാറ്റിവെക്കാൻ നമ്മളൊരു മനസ്സിനും നമ്മളൊന്ന് തയ്യാറായാൽ മാത്രമേ അതിന് പൈസ മാറ്റിവെക്കാൻ പറ്റുള്ളൂ. അല്ലാത്തോടത്തോളം കാലം വീട്ടിലെ പ്രയാസങ്ങളും അതേപോലെ തന്നെ കുടുംബത്തിലേക്ക് അയക്കുന്ന പൈസൻ്റെ കണക്കൊന്നും ഒരിക്കലും കുറയില്ല. നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടോ റമളാനിൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം എനിക്ക് കിട്ടണം, 8-9 ലക്ഷം മുടക്കിയിട്ട് പോകാൻ പറ്റില്ലെങ്കിലും 1 ലക്ഷമെങ്കിലും മുടക്കിയിട്ട് റമളാനിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ എത്തും എന്നുള്ള നമ്മൾ ആഗ്രഹം ഇപ്പം നമ്മൾ വെക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത റമളാനിൽ ആയുസ്സുണ്ട് എങ്കിൽ നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് സ്വപ്നം കാണാനും പ്ലാൻ ചെയ്യാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യത്തിന് നമ്മൾ സാമ്പത്തികമായി പ്ലാനിങ് നടത്തുന്നുണ്ട്, വീട് പണി തുടങ്ങാനുണ്ട്, അതല്ലെങ്കിൽ പിന്നെ മറ്റുള്ള സാമ്പത്തികമായ ഒരുപാട് ചെലവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്ലാനിങ് നടത്തി കൃത്യമായി സാമ്പത്തിക ക്രമീകരണം നടത്തുന്നവരാണ് നമ്മൾ. ആഖിറത്തിന് വേണ്ടി ഒരു പ്ലാനിങ് നടത്താൻ, ആഖിറത്തിനു വേണ്ടി ഈ ഒരു പ്ലാനിങ് നടത്താൻ, ഹജ്ജിനു വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ഒരു പ്ലാനിങ് നടത്തി അതിനൊരു രൂപ നമ്മൾ മാറ്റിവെക്കുന്ന, ഒരു ദിർഹം മാറ്റിവെക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട പ്രിയമുള്ളവരെ, ഒരു മാസം ഒരു 100-200 ദിർഹംസ് നമ്മൾ മാറ്റിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഒരു ഉംറ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സഫലമാകുന്ന ഒന്നാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവസാനത്തത് 7-മത്തത് ഹജ്ജിന് പോകുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ്. ഹജ്ജിന് പോകുന്ന ആളുകളെ സഹായിക്കുക, അതൊരു ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന, അല്ലേ, ഹജ്ജിന് പോയവരും പോകാൻ കഴിയാത്തവരുമൊക്കെ ഉണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ. അത്തരം ആളുകൾ, ഹജ്ജിന് പോകുന്ന ആളുകളെ നമ്മൾ സഹായിക്കുകയാണ് എങ്കിൽ, അതേപോലെ തന്നെ ഹജ്ജിന് പോയവരുടെ കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കുകയാണ് എങ്കിൽ അതിനുള്ള കൂലി ഹജ്ജ് ചെയ്ത കൂലിയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ ജഹസ ഹജ്ജൻ, ആരെങ്കിലും പിന്നെ ഹജ്ജിനായി പിന്നെ ഒരുങ്ങിയാൽ, ഔ ജഹസ ഗാസിയൻ, അതല്ലെങ്കിൽ യുദ്ധത്തിനായി പിന്നെ ഒരാളെ ഒരുക്കുകയോ അല്ലെങ്കിൽ ഹജ്ജിനായി ഒരാളെ ഒരുക്കുകയോ, ഔ ഖലഫഹു ഫി അഹ്ലിഹി, അതല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുകയോ, ഔ ഫത്തറഹു സായിമ, അതല്ലെങ്കിൽ നോമ്പുകാരന് നോമ്പ് മുറപ്പിക്കുകയോ ചെയ്താൽ, ഫലഹു മിത്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈഉൻ. അല്ലേ, അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കുറയാതെ തന്നെ അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. ഹജ്ജിന് പോകുന്ന ഒരാൾക്ക് ആ പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്താൽ ഹജ്ജ് ചെയ്ത കൂലി നമുക്ക് കിട്ടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ നോമ്പ് ഉറപ്പിച്ച നോമ്പിൻ്റെ കൂലി കിട്ടും, നമ്മളെല്ലാവരും പഠിച്ചതാണ്. എന്നതുപോലെ തന്നെ ഹജ്ജിന് പോകുന്ന ആളെ, ആ കുടുംബത്തെ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി, നിങ്ങൾ കുട്ടികളെ നമ്മൾ നോക്കിക്കൊണ്ട്, നിങ്ങളൊന്നും പേടിക്കണ്ട. നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ കൂലി ഹജ്ജിൻ്റെയാണ്, കൂലി ഹജ്ജിൻ്റെയാണ് എന്നുള്ളത്. എന്നാൽ പല ആളുകളെയും പല സംസാരങ്ങളും കേട്ടിട്ടുണ്ട്, അല്ലേ, ഓർക്കണ്ട് പോയാൽ മതിയല്ലോ, ഓർക്ക് മപ്പൾക്കും വീടർക്കും കൂടി 2 ടിക്കറ്റ് ഇതൊക്കെ എടുത്തിട്ടുണ്ട് പോയാൽ മതി, ഈ കുട്ടികളെ പെട്ടിട്ടുണ്ട് പോയാൽ ആര് നോക്കാനാണ്, എന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഓൻ്റെ വീട്ടുകാർ വന്നോട്ടെ, അല്ലെങ്കിൽ ഓളെ വീട്ടുകാർ വന്നോട്ടെ, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. നോക്കൂ നിങ്ങൾ, അത് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂലി എത്രയെന്ന് ആലോചിച്ച് നോക്കി,
അല്ലേ? ഞാൻ നോക്കങ്ങൾ ധൈര്യമായിട്ട് സമാധാനമായിട്ട് ആ ദിവസങ്ങളിൽ മക്കളെ കുറിച്ച് ആവലാതിപ്പെടാതെ നിങ്ങളെ ഇബാദത്തിൽ കഴിച്ചുകൂട്ടിക്കൊള്ളി. ഓരോ കാര്യം ഞാൻ ഏറ്റെടുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഓരവിടെ കഴിച്ചു കൂട്ടുന്ന അതേ പ്രതിഫലം വീട്ടിലിരുന്ന് നമുക്ക് കിട്ടും. ആ മക്കളെ നോക്കിയാൽ ആ കുടുംബത്തിന് എല്ലാവിധ കാര്യങ്ങളും ഈ കുടുംബത്തിലെ കുടുംബനാഥൻ ഹജ്ജിന് പോയി വരുന്നതുവരെ ആ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഹജ്ജ് ചെയ്ത കൂലി ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെറിയ ശ്രദ്ധ നമ്മൾ ചെലുത്തി കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന 7 കാര്യങ്ങളാണ് ഞാൻ എണ്ണി പറഞ്ഞത്. നമ്മളെ ജീവിതത്തിൽ നമുക്ക് സ്വപ്നം കാണുന്ന ഹജ്ജ് നമ്മുടെ വീട്ടിലിരുന്ന്, നമ്മുടെ റൂമിലിരുന്ന്, നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് നമുക്ക് ആ പ്രതിഫലം വാരിക്കൂട്ടാൻ കഴിയുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ അത് പൂർത്തിയാക്കേണ്ടത് അത് ഇഹ്റാമിൽ പ്രവേശിച്ച് മക്കയിൽ ചെല്ലുമ്പോൾ മാത്രമാണ് എന്നുള്ളത് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ചേർത്തു മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, കഴിവുണ്ടായിട്ടും നീട്ടിവെക്കുന്ന ആളുകളുണ്ട്. ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടും ഹജ്ജ് കർമ്മം നീട്ടിവെക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. അത് ഏത് നിമിഷവും നമ്മുടെ അടുത്ത് നിന്ന് എടുത്തു മാറ്റപ്പെടാം എന്നുള്ളതാണ്, അല്ലേ? ഇവിടുന്ന് എല്ലാം പഠിച്ച് എല്ലാം നേടിയെടുത്ത് എല്ലാ അറിവും നേടി ഒരു 1,00,000 അല്ലെങ്കിൽ 1000 2000 ദിർഹംസ് സാലറി വാങ്ങാനുള്ള അറിവുമായിട്ടല്ല നമ്മൾ ആരും ഇവിടെ വന്നത്, അല്ലേ? ഒക്കെ നമ്മൾ അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് നമ്മൾ പഠിച്ച് നേടിയെടുത്ത് അത്തരം സാലറിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ട അതിൻ്റെയൊക്കെ പിന്നിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുമ്പോൾ ആ വിളിക്കുത്തരം നൽകാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന സമയത്തേക്ക് അത് മാറ്റിവെക്കുന്ന ഒരവസ്ഥ അതുണ്ടാകരുത് എന്നുള്ളതാണ്. ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയണം. പലപ്പോഴും ധാരണയുണ്ട് ഹജ്ജ് എന്നുള്ളത് അത് പ്രായമേറിയ ആളുകൾക്ക് ചെയ്യാനുള്ളതാണ്. ഒരു 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബോണസാണ്. ആ ബോണസിൻ്റെ സമയത്ത് ചെയ്യാനുള്ളതാണ്. അപ്പോൾ മക്കളൊക്കെ കൂടി ഒരു കൂട്ടിയിട്ട് കുടുംബക്കാരും എല്ലാവരും കൂടി ഒരു കൂട്ടിയിട്ട് ഹജ്ജിന് പറഞ്ഞയക്കുന്ന ഒരു രീതി അതല്ല. അവൻ അധ്വാനിക്കുന്ന കാലത്ത് ആരോഗ്യമുള്ള സമയത്ത് പ്രിയമുള്ളവരെ നമുക്ക് ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അവിടെ എത്തിയിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നാലോ. നോക്കൂ നിങ്ങൾ, ദുൽഹിജ്ജ 4 എത്തുമ്പോഴേക്കും 170ഓളം ആളുകളുടെ ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയ അവിടെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. 170ലധികം ആളുകളുടേത്. കാരണം പ്രായമുള്ള ആളുകൾ അവിടെ എത്തി ഇത്തരം ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളും നേരിട്ട് സർജറിക്ക് വിധേയമാകുന്ന അവസ്ഥയാണെന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഗവൺമെൻറ്റിന് നിർബന്ധ ബാധ്യത ഉണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും നിലക്കുള്ള ആരോഗ്യത്തിന് കഴിയുമെങ്കിൽ അവരെ ആംബുലൻസിലെങ്കിലും അറഫ ദിവസത്തിൽ ആ മൈതാനിയിൽ അവരെത്തിക്കും എന്നുള്ളത്. പക്ഷേ അവർ പറഞ്ഞൊരു കണ്ടീഷൻ, മുന്നത്തെ ദിവസമാണ് അത്തരം പ്രയാസങ്ങൾ നേരിടണമെങ്കിൽ നമുക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നീട്ടിവെച്ച് ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയാതെ ലക്ഷങ്ങൾ മുടക്കി അറഫയിൽ നിൽക്കാൻ കഴിയാതെ തിരിച്ചു പോരുന്ന ഒരവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അതില്ലാതിരിക്കാൻ അള്ളാഹ് നൽകിയ ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ അതിഥികളായി വിളിക്കുത്തരം നൽകി അവിടെ എത്തിപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല നിലക്കും നമുക്ക് മുന്നറിയിപ്പ് നൽകി. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾക്ക് മുമ്പായി നീ 5 കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയാതക ഖബ്ല മൗതിക്, മരണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതത്തെ അത് നീ ഉപയോഗപ്പെടുത്തണം. നീട്ടിവെക്കല്ല ഓരോ കാര്യങ്ങളും. നിന്റെ ജീവിതത്തെ നീ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. അതെന്തിനു വേണ്ടിയിട്ട്? ആഖിറത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ദുനിയാവിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൃത്യമായ പ്ലാനിങ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് പോലെ ആഖിറത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഉപയോഗപ്പെടുത്താൻ കഴിയണം. വസിഹതക ഖബ്ല സഖമിക്, അനാരോഗ്യത്തിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം അത് നീ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ്. ഇതെന്തിനൊക്കെ? ഇങ്ങനത്തെ കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളത് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. വഫറാഖ ഖബ്ല ശുഗ്ലിക്, അതേപോലെ തന്നെ തിരക്കിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയം അത് നീ ഉപയോഗപ്പെടുത്തണം. വശബാബക ഖബ്ല ഹറമിക്, അല്ലേ? വാർദ്ധക്യത്തിന് മുമ്പുള്ള നിന്റെ യൗവനം അത് നീ ഉപയോഗപ്പെടുത്തണം. യുവത്വത്തിൽ അള്ളാഹ് നൽകിയ ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ അതിഥികളായി ചെന്ന് മുഴുവൻ കർമ്മങ്ങളും അത്
കൃത്യമായി കൊണ്ട് നല്ല ആരോഗ്യത്തോടു കൂടി ചെയ്യാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് അനാരോഗ്യത്തിന് മുമ്പ് അല്ലെങ്കിൽ വാർദ്ധക്യത്തിന് മുമ്പുള്ള നമ്മുടെ ആ യുവത്വം അത് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് കൃത്യമായി അതൊരു നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ ഇത്തരം കർമ്മങ്ങൾ അതൊരു സ്വപ്നമായിട്ടും അത് വലിയ ആഗ്രഹമായി കൊണ്ടു നടക്കാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. വഗിനാക ഖബ്ല ഫഖരിക്, ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിന്റെ സമ്പത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് നീ ഉപയോഗപ്പെടുത്തണമെന്നാണ് പ്രവാചകനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സമ്പത്ത് എന്നും എപ്പോഴും എവിടെയും എങ്ങോട്ടേക്കും പോകാമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് സമ്പത്തുള്ളവൻ നാളെ ദരിദ്രനാകുന്ന കാഴ്ചകൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കിട്ടുന്ന സമ്പത്ത് അത് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഇത്തരം മാർഗങ്ങളിലും അതേപോലെ തന്നെ ഒരുപാട് മാർഗങ്ങളുണ്ട് ഉപയോഗപ്പെടുത്താൻ. ആരോഗ്യം ഉപയോഗപ്പെടുത്താൻ, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ആയുസ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് കഴിയേണ്ടതുണ്ട്. സമ്പത്തും കഴിവുമുള്ള അവസ്ഥയിൽ പ്രിയമുള്ളവരെ, ഇത്തരം നന്മകൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യഭൂമിയിൽ അവൻ്റെ അതിഥികളായി എത്താനും അവിടെ ഹജ്ജ് കർമ്മം നിർവഹിക്കാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി പ്രയത്നിക്കാനും പരിശ്രമിക്കാനും അത്തരം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, അതിലെത്തിപ്പെടുന്നതുവരെ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളിൽ സജീവമാകാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدنا من النار. رب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين والله تعالى أعلم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.